കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും ഈ ശബ്ദവിധിയിൽ കൂടി ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കാലാവസ്ഥയിലെ അല്പമല്ലാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. സ്തോത്രമുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ അന്തരീക്ഷത്തെ ഭരണത്തിൽ നടത്തേണ്ടതിന് എല്ലാ കണ്ഠങ്ങളും തുറന്ന അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവൻ ജനത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദേശത്തെ അവൻ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിനാൽ എല്ലാവരും ദൈവത്തോട് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ കരങ്ങളിലേക്ക് ശക്തിയോടെ ശബ്ദമുയർത്തിയ ദൈവമക്കൾ അവൻ ദൈവത്തെ സ്മരിക്കുമ്പോൾ ഇവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നതിനെ വാദിക്കുന്ന എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറിയിട്ട് ദേശം ദൈവിക പിഴവിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരേണ്ടതിനാൽ എല്ലാവരും ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ ഒട്ടും സങ്കോചമില്ലാതെ ഈ രാത്രി അന്തരംഗം തുറന്ന ആത്മനാഥനെ സ്തുതിച്ച ശക്തിയോടെ ആരാധിക്കട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനയിൽ ഇറങ്ങി വരുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഈ രാത്രി ഒരു വലിയ വിടുതലിലേക്ക് നമ്മെ കൊണ്ടുവരട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളൊക്കെ കാതുപിടിച്ച് അടുത്തു വരുന്നു. അവിടുത്തെ വചനം കേൾക്കേണ്ടതിന് അല്പസമയം അങ്ങയുടെ പ്രാധാന്യത ഇരിക്കേണ്ടതിനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിന്റെ വ്യാപനത്തിനെതിരെ, വചനത്തിന്റെ വിടുതലുകൾക്കെതിരെ വാദിക്കുന്ന എല്ലാ സാത്താന്യ മേഖലകളിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ രാത്രി വെളിപ്പെടേണ്ടതിനായി ഏൽപ്പിക്കുന്നു. ഭവനത്തിനായി സ്തോത്രം, കടന്നു വന്ന ജനത്തിനായി സ്തോത്രം, ശബ്ദസീമയിൽ കൂടി വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനകളുടെ ദൈവ സ്നേഹത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പിതാവേ. കടവും ശബ്ദവും ഉയർത്തി ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് തോന്നുന്നു മഴ വന്നതുകൊണ്ട് നമുക്ക് ചിന്നിച്ചിതറിയിരിക്കാതെ ഒരുമിച്ച് അടുത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് അവസരങ്ങളെ തരുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വിദൂരതയിലാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കിട്ടാൻ. പക്ഷെ എനിക്ക് ചുറ്റും ഇങ്ങനെ സ്തോത്രവും സ്തുതിയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ ഫ്രീ ആയിട്ടിരിക്കുക. ഇതിന് അപ്പുറത്തൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുന്നവരാണ് നാം, ഉയർത്തിയിട്ടുള്ളവരാണ് നാം. സ്തോത്രം. ഇന്ന് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കർത്താവ് നമുക്ക് അനുകൂലമാണ്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടും. സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം തന്റെ ജനത്തിനായി, തന്റെ ദേശത്തിനായി എഴുന്നേൽക്കുന്ന രാത്രിയാണിത്. അതുകൊണ്ട് അന്ധകാര മണ്ഡലത്തിന് ചലിക്കാൻ കഴിയാത്ത നിലകളിൽ ദൈവം അതിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി, ഒരുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി ചെയ്തെടുക്കുന്ന രാത്രിയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ അതിവേഗം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ നാം ജീവിക്കുന്നു. പണ്ട് കാലഘട്ട യുഗത്തിൽ ജീവിച്ച അവസ്ഥയിൽ നിന്ന് മാറി കമ്പ്യൂട്ടർ യുഗത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം അതിന്റെ കണ്ടുപിടുത്തങ്ങൾ അതിന്റെ ഔന്നത്യത്തിൽ എത്തിച്ച
ചേർന്നിരിക്കുമ്പോ സുവിശേഷത്തിന്റെ പ്രസക്തി എന്തെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റും വളർന്നു വരുമ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാൻ കഴിയും, സുവിശേഷത്തിന്റെ ശക്തിയാണ് ലോകത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഇന്നത്തെ ആധുനിക പുരോഗതിയുടെയും ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്. ആയതുകൊണ്ട് ദൈവത്തിന്റെ വചനം കരങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ വിശുദ്ധ ബൈബിൾ ഉയർത്തി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിശ്വാസ്യതയെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം. ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ഏറ്റവും പുതിയതായി ലോകങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് പുറത്ത് ഏകദേശം 50 ഗ്രഹങ്ങൾ 65 ഗ്രഹങ്ങളുണ്ടെന്നാണ്. ഏതാണ്ട് 5000-ൽ പരം ലോകങ്ങൾ ഭൂമിക്ക് പുറത്ത് ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുക. അപ്പോൾ ആധുനിക ശാസ്ത്രം ഈ ലോകത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകപരമായ ഒരു ശ്രദ്ധയെ തിരിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിനപ്പുറത്ത് നമുക്കായി നമ്മുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യരാജ്യമുണ്ട്. ആ പ്രതീക്ഷയും ആ പ്രത്യാശയുമുള്ള ദൈവങ്ങൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒടുവിൽ സ്വർഗമുണ്ടെന്ന് ഈ ശാസ്ത്രം പറയത്തക്കവണ്ണം ശാസ്ത്രത്തെ തിരിക്കാൻ ഉതകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് ഒരു ആത്മിക ശുശ്രൂഷയാണ്. സ്തോത്രം. നമ്മള് സ്തോത്രത്തിലും സ്തുതിയിലും കവിഞ്ഞ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് രാത്രി കൃപ ചെയ്യട്ടെ. അപ്പോൾ ആ നിലകളിലൊക്കെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും അകത്തും പുറത്തുമുള്ളവർക്ക് ഒരുപോലെ പ്രയോജനപ്പെടത്തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വളരെ സുപരിചിതമായ ഒരു വേദശകലം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കുവാൻ ഇടയായി തീരട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ദൈവവചന വിചിന്തനത്തിനായി നമുക്ക് വായിക്കാം. റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. വളരെ പരിചയമുള്ള ഒരു അനുഗ്രഹിച്ച വചനമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. ഈ ലേഖനകർത്താവ് പൗലോസാണെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാം. ഒരു കാലത്ത് സുവിശേഷത്തിനെതിരെ നിന്ന വ്യക്തിയായിരുന്നു പൗലോസ് എന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യഹൂദ മതത്തിന്റെ വക്താവായി ദൈവങ്ങളെ പീഡിപ്പിച്ച ഒരു വ്യക്തി ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജ ഇല്ല. ഇന്ന് രാത്രി സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം എന്താണെന്ന് പൗലോസ് തന്നെ അതിന്റെ അടുത്ത ഭാഗത്ത് വായിക്കുന്നു, എഴുതിയിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയാകുന്നു. ഇന്ന് രാത്രി സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുമ്പോൾ ചിലർക്ക് അത് ഭോഷത്വമാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ ദൈവശക്തി തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി കാലാഗ്രഹത്തിന്റെ അവസരത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ വ്യാപാരത്തിൽ നിന്ന് നമ്മെ പുറത്തുകൊണ്ടുവന്ന ശക്തിയാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തിയുടെ ആ പ്രയോജനം അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യട്ടെ. ആ ലേഖനത്തിന്റെ ആമുഖവാക്യങ്ങളിൽ സുവിശേഷത്തിന്റെ 4 പ്രത്യേകതകളെ കുറിച്ച് പൗലോസ് വളരെ ആത്യന്തികമായി വിളിച്ചു പറയുന്നു. 1-ാം വാക്യം ദൈവസന്നിധിയിൽ വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ. ഒന്നാമത്തെ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സുവിശേഷത്തിന്റെ വാഗ്ദാനമായ സുവിശേഷം. അവിടെ നമ്മളിങ്ങനെ വായിച്ചു, മുൻകൂട്ടി പ്രവാചകന്മാരും
സുവിശേഷം. എന്താണ് വാഗ്ദാനത്തിന്റെ സുവിശേഷം? ഇന്ന് രാത്രി അല്പസമയം ആ മേഖല നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് കർത്താവിനെ ഞാൻ ശരണപ്പെടുന്നത്. പഴയ നിയമഭക്തന്മാർ തങ്ങളുടെ പ്രവചനങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷം എന്താണ്? ആ സുവിശേഷം ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ഏകത്വത്തിലാക്കി വെച്ചു. ഏകത്വത്തിൽ കൗശലരൂപേണ കടന്ന സാത്താൻ എന്ന് പറയുന്ന പഴയ പാമ്പ് മനുഷ്യനെ വഞ്ചിച്ച് പാപത്തിലകപ്പെടുത്തി. പാപത്തിലകപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവ സാന്നിധ്യമില്ലാത്ത നിരാശയുടെ നഷ്ടബോധങ്ങളുടെ ആഴമായ കയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യനെ അവന്റെ ഹൃദയത്തിൽ ഉടലെടുത്ത നഷ്ടബോധം ദൈവം തിരിച്ചറിഞ്ഞു. ആ നഷ്ടബോധത്തിന്റെ ആഴം അറിഞ്ഞ ദൈവം നഷ്ടപ്പെട്ട പറുദീസ മനുഷ്യന് മടക്കി തരാൻ ഒരു സ്വർഗീയ പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആദിമ മനുഷ്യനായ ആള് പാപത്തിലകപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ നിൽക്കുമ്പോൾ മാനവകുലത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ഒന്നാമത്തെ പ്രവചന ശബ്ദം ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടി മുടങ്ങി കേൾക്കുകയാണ്. അതിങ്ങനെയാണ്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യനാൽ പ്രതീക്ഷയുടെ പുതിയ നാട്ടുകൾ മെച്ചപ്പെടുത്തിക്കുന്ന ഒരു വചനത്തിന്റെ പ്രവചനം പഴയ നിയമത്തിൽ കൂടി വാഗ്ദത്തമായി സുവിശേഷമായി മാനവകുലത്തിന് പ്രഥമമായി കൊടുക്കുകയാണ്. ഈ രാത്രി ആദാമിന് മാത്രമല്ല, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സകല വഴികളും അറിയപ്പെട്ട് അടുത്തതെന്തെന്ന് ചിന്തിച്ച് വ്യാകുലതയോടെ ഭാരത്തോടുകൂടിയിരിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളിൽ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നാമ്പ് നൽകാൻ, പുതിയ ദിശാബോധം നൽകാൻ നിങ്ങളോട് ഇന്നും സംസാരിക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ തിരുവനന്തപുരം പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ശബ്ദസ്വരയിൽ കൂടി, തകർച്ചയിൽ കൂടി, നിരാശയിൽ കൂടി, മദ്യപാനത്തിനും മറ്റാസക്തികൾക്കും വിധേയപ്പെട്ട ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ജീവിത വഴിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശ നൽകുവാൻ പര്യാപ്തമായ ഏക സന്ദേശം അത് സുവിശേഷമാണ്. ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം കൊടുത്ത പ്രവാചകന്മാരിൽ കൊടുത്ത വാഗ്ദാനത്തിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിച്ചു. അവിടെ നിന്നുള്ള തീരുന്നില്ല. കാലത്തിൽ കഴിയുമ്പോഴും പഴയ ഭക്തന്മാരിൽ ഓരോരുത്തരും ഇതിന്റെ ക്ലാരിറ്റി വ്യക്തമാകത്തക്കവണ്ണം ദൈവം വാഗ്ദാനത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഭക്തനായ യാക്കോബ് 49-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 10-ാമത്തെ വാക്യം കൂടി വായിച്ചാൽ അത് തന്നെ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോട് ആകും. വളരെ അനുഗ്രഹീതമായ, വളരെ സുപരിചിതമായ വാക്യം. അതിന്റെ 1-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. 1-ാം വാക്യം കൂടി വായിക്കാം. 49-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കൂടി വരുവേ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. ഭക്തനായ യാക്കോബ്, നമുക്കറിയാം, ജീവിതത്തിൽ അല്പസ്വല്പം തട്ടിപ്പും വെട്ടിപ്പോക്കും ഉണ്ടായിരുന്നു വ്യക്തിയായി. എന്നാൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവമായുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ തന്റെ തലമുറകൾ 12-നെ നിരത്തി നിർത്തിയിരിക്കുക. ഈ 12 തലമുറകളോട് പ്രവചനാത്മാവേ ഒരു ദൂത് യാക്കോബ് കൈമാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, തലമുറകളോട് കൈമാറാൻ ഒരു ദൂതുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഈ രാത്രി തലമുറകളോട് കൈമാറാൻ സുവിശേഷത്തിന്റെ ദീപശില
യാക്കോബ് പറയുകയാണ്, തലമുറകളെ നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഭാവിയിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളോട് പ്രവചിക്കാൻ പോകുകയാണ്. യാക്കോബിനെ ഒരു പ്രവാചകഗണത്തിൽ അധികം പേരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയും, ഇസ്രായേൽ എന്ന മഹാരാഷ്ട്രത്തിൽ ആത്മാവിൽ കണ്ട് പ്രവചിക്കാൻ തയ്യാറായപ്പോൾ തന്റെ തലമുറയോട് താൻ പ്രവചിച്ചത് ലോകത്തോട് മുഴുവനായിട്ടുള്ളൊരു പ്രവചനമാണ് ഭക്തനിൽ കൂടി ദൈവം നിവർത്തിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി സമർപ്പിതരാകുന്ന വ്യക്തികളെ വിവിധ നിലകളിൽ ലോകത്തിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യാക്കോബ് പ്രവചിക്കാൻ തുടങ്ങി. ആ പ്രവചനം കേവലം തന്റെ ഒരു തലമുറയായി യഹൂദയോട് മാത്രമുള്ള ഒരു പ്രവചനമല്ല, മുഴു ലോകത്തോടുമുള്ള വാഗ്ദാന സുവിശേഷത്തിന്റെ പ്രവചന ശബ്ദമാണത്. ഇന്ന് രാത്രി നമുക്ക് ദൈവം പ്രവചിക്കുന്ന തലമുറകളിൽ കൂടി ദൈവത്തിന്റെ വൻകാര്യങ്ങൾ വെളിപ്പെട്ടു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര വിഗ്രഹത്തുണ്ടാവും. സുവിശേഷത്തിന്റെ വാഗ്ദാനം പ്രവാചകന്മാരിൽ കൂടി കൈമാറി ദൈവം തന്റെ പുത്രനെ ലോകത്തിലയക്കാൻ പദ്ധതി ഒരുക്കിയത് അതാത് കാലങ്ങളിൽ വെളിപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിലും സുവിശേഷത്തിന്റെ വക്താക്കളായി തീരാൻ ചില തലമുറകളെ ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. നോക്കിയേ, യാക്കോബ് തന്റെ തലമുറയായ യഹൂദയെ നോക്കി ഒരു പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം ഇതാണ്: അവകാശമുള്ളവൻ വരുവോളം, അധികാരമുള്ളവൻ വരുവോളം. വായിച്ചട്ടെ, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജകൻ അവന്റെ കാലുകളുടെ നിന്നും നീങ്ങിപ്പോകുന്നില്ല. രാജകൻ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ജാതികളുടെ അനുസരണം അവനോടാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്നുള്ള ദൂതലാണ് ആരംഭിച്ചതെങ്കിൽ യാക്കോബിന്റെ പ്രവചനത്തിൽ മാനവകുലത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട സുവിശേഷം യഹൂദയിൽ കൂടി വരുമെന്നുള്ളതാണ് യാക്കോബ് പ്രവചനാത്മാവിൽ കൂടി വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ വാഗ്ദാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ കൊണ്ടത് അവസാനിക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. കന്യകഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ വാഗ്ദാന സുവിശേഷത്തിന്റെ വ്യക്തത ഓരോ പ്രവാചകന്മാരും വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ പ്രവചനം സ്ത്രീയുടെ സന്തതി എന്നുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രവചനം യഹൂദയിൽ നിന്നാണ് ആ സന്തതി വരുന്നത് എന്നുള്ളതാണെങ്കിൽ മൂന്നാമത്തെ പ്രവചനം പറയുകയാണ് സ്ത്രീയുടെ കന്യകയുടെ മകനായി അവൻ പിറക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ നോക്കിയേ, കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും വാഗ്ദാന സുവിശേഷത്തിന്റെ വ്യക്തത വർദ്ധിച്ചു വരികയാണ്. സ്വതം ഇന്ന് രാത്രി കാലഹരണപ്പെട്ട സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടല്ല ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതിൽ വ്യാഖ്യാനിക്കപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന് നല്ല വക്താക്കളായിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. വളരെ വ്യക്തതയോടെ വിളിച്ചിന്ന് രാത്രി പറയട്ടെ, വാഗ്ദാന സുവിശേഷത്തിന്റെ പ്രവാചക മേഖലകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മീഖാ പ്രവാചകൻ വളരെ കൃത്യതയോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാനത്തിന്റെ സുവിശേഷമായ ക്രിസ്തു ജനിക്കുന്നത് ബേത്ലഹേമിലാണ്. പ്രവാചകന്മാർ ഓരോരുത്തരും വാഗ്ദാനത്തിന്റെ സുവിശേഷമായ ക്രിസ്തുവിനെ കുറിച്ച് ആക്രമിപ്പ് വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്. അതേ 5-ാമധ്യായം മീഖായുടെ പ്രവചനം 5-ാമധ്യായം 2-ാം വാക്യം വായിക്കുന്നവർക്കറിയാം. നീയോ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കേണ്ടുന്നത് എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു പോകും. അതിന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നീയോ ബേത്ലഹേമിൽ പ്രാർത്ഥി, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും എന്റെ ജനത്തെ മേയ്പ്പാനുള്ളവൻ മുന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ വാഗ്ദാനമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ കാലങ്ങൾ കഴിയുന്തോറും ക്ലാരിറ്റിയുള്ള കൃത്യതയുള്ള പ്രവചനങ്ങൾ നടത്തുകയാണ്. അതിനടുത്ത ശേഷം നമുക്കറിയാം, അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന്
പ്രവാചകൻ തന്നെ പറഞ്ഞു, അവൻ ഉപമകളിൽ കൂടി സംസാരിക്കും. അവൻ വാതു വന്നാൽ ഉപമകളിൽ കൂടി സംസാരിക്കും. യേശുക്രിസ്തുവാകുന്ന വാഗ്ദാന സുവിശേഷത്തിന്റെ സംസാരം എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു തുടങ്ങിയ അവന്റെ സംസാരം ഉപമകളിൽ കൂടിയായിരിക്കും. ഈ രാത്രി യേശുക്രിസ്തുവിന്റെ വചസ്സുകൾ ഉപമകളിൽ കൂടി കേട്ടിട്ടുള്ള ദൈവമക്കൾ കരമുയർത്തി ശക്തിയോടും സ്തോത്രം പറയണം. കാരണം അതൊരു പ്രവചനം നിവർത്തിയാണ്. യേശുക്രിസ്തുവിൽ സംഭവിച്ചത് മുഴുവൻ വാഗ്ദാന സുവിശേഷത്തിന്റെ പ്രവചന നിവർത്തിയാണ്. അതിനനന്തരം നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. അതേ സിഖരിയാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കഴുതപ്പുറത്തേറി യെരൂശലേമിലേക്ക് വരുന്ന കർത്താവ്. അപ്പോൾ ശുശ്രൂഷയിലുടനീളം സംസാരിക്കുന്ന ഉപമകളിൽ കൂടി സംസാരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വാഗ്ദാന സുവിശേഷത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ അടുത്തത് ഇവിടെ പറയുകയാണ്, കഷ്ടാനുഭവത്തിന് മുന്നമേ യെരൂശലേമിലേക്ക് യേശു വരുന്ന രാജകീയ പ്രവേശനത്തെ കുറിച്ച് വളരെ ശക്തമായി തിരുവചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, വ്യക്തതയുള്ള വാഗ്ദാന സുവിശേഷമാകുന്ന ക്രിസ്തുവിന്റെ യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ കുറിച്ച് ആധികാരികമായി പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തിനന്തരം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സാധാരണഗതിയിൽ കർത്താവിന്റെ മേശയുടെ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ തൂക്കിക്കളഞ്ഞു. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ തൂക്കിയത് രണ്ട് കള്ളന്മാരുടെ നടുവിലാണെന്ന് വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അവനെ ക്രൂശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ വാഗ്ദാന സുവിശേഷമാകുന്ന ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ കുറിച്ച് ആഴമായി പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തുവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ സുവിശേഷത്തിന്റെ ദീപശിഖയേണ്ട ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വാഗ്ദാന സുവിശേഷത്തിൽ പ്രവാചകന്മാർ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 53-ാം അധ്യായത്തിൽ തന്നെ അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ചരിത്രം പരിശോധിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, യോസഫ് എന്ന് പറയുന്ന അരിമത്യക്കാരനായ യോസഫ് ഒരു മന്ത്രിയാണ്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച രഹസ്യ ശിഷ്യന്മാരിൽ ഒരുവനാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ആ മൃതശരീരം താഴെ ഇറക്കി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയോടുകൂടെ യേശുക്രിസ്തുവിന്റെ മൃതശരീരത്തെ അടക്കം ചെയ്തു. വാഗ്ദാന സുവിശേഷത്തിന്റെ അടക്കത്തെ കുറിച്ച് പഴയ നിയമ ഭക്തന്മാർ ആത്മാവിൽ പ്രവചിച്ചതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട ഒന്നാമത്തെ ഭാവം അത് പഴയ നിയമ ഭക്തന്മാരാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു വാഗ്ദാനത്തിന്റെ സുവിശേഷമാണ്. ഇനി നോക്കിയേ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് യേശുക്രിസ്തു ഉയർക്കും. സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 6-ാം അധ്യായം 10-ാം വാക്യം പ്രവചനാത്മാവിൽ പഴയ നിയമ ഭക്തന്മാർ രേഖപ്പെടുത്തി വെച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സാത്താനും അവന്റെ കിങ്കരന്മാരും പരാജയപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആത്മാവിൽ കണ്ട പഴയ നിയമ ഭക്തന്മാർ അവർ വിളിച്ചു പറഞ്ഞു, യേശു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി വാഗ്ദാന സുവിശേഷം പഴയ നിയമ ഭക്തന്മാരിൽ കൂടി നമുക്ക് വാഗ്ദത്തം ചെയ്തത് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത ഇതൊരു വാഗ്ദാന സുവിശേഷമാണ്. അതുകൊണ്ട്
പഴയ നിയമഭക്തന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട, വിളംബരം ചെയ്യപ്പെട്ട വാഗ്ദാനത്തിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഇന്ന് രാത്രി നാം ഈ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. 24-ാം സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പ്രവചനാത്മാവിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അടുത്തത് നമുക്കറിയാം, യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പഴയ നിയമഭക്തന്മാർ പ്രവചിച്ചു വാഗ്ദത്തം ദൈവജനത്തിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് യേശുക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ള മഹത്തായ വാഗ്ദാനം പഴയ നിയമഭക്തന്മാരിൽ കൂടി അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നമുക്ക് നൽകുവാനിടയായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സുവിശേഷത്തിന്റെ വാഗ്ദാനം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തതാണ് ഈ സുവിശേഷം എന്നുള്ളതാണ്. ആ വാഗ്ദത്തമാണ് യേശുക്രിസ്തു എന്നുള്ളതാണ്. ആകയാൽ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ദൈവകൃപയോടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സുവിശേഷത്തിന്റെ വക്താക്കളായി കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ അവൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യകരമായ അവസ്ഥയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. രണ്ടാമത് സുവിശേഷത്തിന്റെ ആളത്വം എന്നുള്ളതാണ്. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരിൽ കൂടി നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സുവിശേഷമെങ്കിൽ, രണ്ടാമത് സുവിശേഷത്തിന്റെ ആളത്വം. എന്താണ് സുവിശേഷത്തിന്റെ ആളത്വം? ദൈവത്തിന്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ ആളത്വം. വാഗ്ദത്തത്തിന്റെ മശിഹായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചതുർവിധത്തിലുള്ള ആളത്വ പരാമർശങ്ങൾ 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ആ സുവിശേഷം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന് കൽപ്പിച്ചിരിക്കുന്നത് അവൻ യഹൂദന്മാരുടെ മാത്രമല്ല മുഴുലോകത്തിന്റെയും രാജാവ് എന്നുള്ളതാണ്. ഇന്ന് രാത്രി രാജാവും കർത്താവുമായി ആളത്വത്തിൽ വലിയവനായ കർത്താവിനെ അവൻ കണ്ടുമുട്ടുവാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ, അവർക്ക് സുവിശേഷത്തിന്റെ ആളത്വത്തെ രാജപദവി കണ്ടുമുട്ടുവാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാ അധികാരങ്ങളുമെന്ന് അടിവരയിട്ട് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് മത്തായി എഴുതിയപ്പോൾ അത് രാജാവെന്നുള്ള നിലയിൽ എഴുതിയെങ്കിൽ, മർക്കോസിലേക്ക് വരുമ്പോൾ കഷ്ടമനുഭവിക്കുന്ന ഒരു ദാസനായി യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ വരച്ചു കാണിക്കുകയാണ്. ഇന്ന് രാത്രി രാജാതിരാജാവും കർത്താവുമായി മുഴുലോകത്തെയും അടക്കി വാടാൻ കർത്താവ് വരുമ്പോൾ തന്നെ മറുഭാഗത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടമനുഭവിക്കുന്ന, ഗബദ മുതൽ ഗോൽഗോഥ വരെ കഷ്ടമനുഭവിക്കുന്ന ഒരു ദാസനായി സുവിശേഷത്തിന്റെ വക്താവായ യേശു ക്രിസ്തു ഒരു ദാസനായി കഷ്ടമനുഭവിക്കുക. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ യേശുക്രിസ്തുവിന്റെ ആളത്വം അത് ദാസരൂപത്തിലുള്ള ആളത്വമാണ്. മൂന്നാമത് നമുക്കറിയാം, ലൂക്കോസ് എന്ന് പറയുന്ന വൈദ്യനായ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അവൻ ഇങ്ങനെ എഴുതി വെച്ചു, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന ആളത്വം. അപ്പോൾ ചതുർതലത്തിലുള്ള ആളത്വത്തിൽ മൂന്നാമത്തെ ആളത്വം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നമുക്ക് തുല്യനായി നമ്മെ പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു, കഷ്ടമനുഭവിച്ചു, പാടുകൾ സഹിച്ചു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വിളംബരം ചെയ്തുകൊണ്ട് ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ വിവരിക്കുകയാണ്. ഒടുവിലായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന മഹത്തായ വിഷയത്തെ അടിവരയിട്ട് പറയുകയാണ്. സുവിശേഷത്തിന്റെ ആളത്വത്തിൽ 4ാമത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു, യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണത്. ഇന്ന് രാത്രി സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു എന്ന ആ വ്യക്തിത്വത്തെ അവൻ തിരിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. ഇന്ന് രാത്രി സാക്ഷാൽ ദൈവപുത്രനാകുന്ന ആ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യോഹന്നാൻ തന്റെ എഴുത്തുകളിൽ തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തി,
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ താളഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന ആളത്വത്തെ തിരിച്ചറിയാൻ അവൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ മേഖല നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചു. അത് ദൈവമാണ്. സുവിശേഷത്തിലെ ആളത്വമാണ് ആര്? വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ, സുവിശേഷത്തിന്റെ അടുത്ത മേഖല എന്തെന്ന് ചോദിച്ചാൽ ആ ഭാഗം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷത്തിന്റെ ഒരു പ്രഖ്യാപനം. എന്താണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം? സുവിശേഷത്തിന്റെ പ്രഖ്യാപനം ഇതാണ്: സകല ജാതികളുടെ ഇടയിലും വിശ്വാസത്തിന് അനുസരണം വരണം. സകല ജാതികളുടെ ഇടയിലും വിശ്വാസത്തിന് അനുസരണം വരണം. വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ അനന്തരം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭൂലോകത്തിലെമ്പാടും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നു. ഇന്ന് രാത്രി നാം വിളംബരം ചെയ്യുന്ന സുവിശേഷം, ആ സുവിശേഷത്തിന് ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനമുണ്ട്: സകല മാനവജാതിയുടെ എങ്ങനെ പിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരു നാമം വേറെയില്ല. അതാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം. ഇന്ന് രാത്രി സത്യസുവിശേഷത്തിന്റെ പ്രഖ്യാപനം. ദേശങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, വ്യക്തികളോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മാനവകുലത്തിന് രക്ഷ പ്രാപിക്കാൻ ഏക മാർഗം അത് സുവിശേഷത്തിന്റെ പ്രഖ്യാപനമായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഏക ദൈവം യേശുക്രിസ്തു മാത്രമാണ്. ഇതാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനമെന്ന് പറയുന്നത്. വളരെ വ്യക്തതയോടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു: സുവിശേഷം അനുസരിക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വളരെ ക്ലിയറായി മർക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കാൻ കഴിയുന്നു. 15-ാം അധ്യായത്തിന്റെ 15-16 വാക്യം കൂടി ഒന്ന് വായിച്ചാൽ: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് രാത്രി ഈ ശബ്ദവീതിയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ: യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. അടുത്തത് വളരെ ശക്തമായി ദൈവവചനം വിളിച്ചു പറയുന്നു: സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. രക്ഷയുടെ പദ്ധതിയുടെ അടുത്ത സ്റ്റെപ്പ്, രക്ഷിക്കപ്പെട്ട അനന്തരം ഉള്ള അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചാൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളതാണ്. അതാണ് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞത്. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളുണ്ട്. സ്നേഹത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സത്യമുണ്ട്: സുവിശേഷത്തിന്റെ പ്രഖ്യാപനം സകല ജാതികളും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവമക്കളായി ജീവിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തരിലും രക്ഷയില്ലെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു സുപ്രസാദ കാലമാണ്, ഇതൊരു രക്ഷാദിവസമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ നിരാശയോടും വേദനയോടും ആ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ജീവിതത്തോട് മടുപ്പ് തോന്നിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ: സുവിശേഷത്തിന്റെ പ്രഖ്യാപനമായ സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണമുണ്ടാകുന്ന ഈ മഹത്തായ സത്യത്തെ നിങ്ങൾ ഏറ്റെടുത്ത്
രാത്രി മറ്റൊരുത്തിൽ രക്ഷയില്ല എന്നുള്ള ആ ദൈവത്തിന്റെ വചനത്തെ ആഴമായി വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ പ്രഖ്യാപനം നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. അടുത്തത് നമുക്കറിയാം, സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിനെ അറിയാൻ, പാപത്തിന്റെ ആഴത്തിൽ കിടന്ന നമുക്ക് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാൻ, യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങൾ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഓരോ വിശുദ്ധരുമാണ് ഈ രാത്രി. തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട വിശുദ്ധഗണങ്ങൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ തന്നെ ആ ഗണത്തിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. വിളിക്കപ്പെടാതെ, തിരഞ്ഞെടുക്കപ്പെടാതെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവൻ നാശകരമായ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളായി കർത്താവിനെ ആരാധിക്കുന്ന ദൈവങ്ങൾ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുക. സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളാക്കി അനേകരെ മാറ്റാൻ നാം ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കണം. സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളായി തീർന്നവർക്ക് ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്യുന്ന നിത്യതയുടെ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് ഈ ലോകം കൊണ്ട് അവസാനിക്കാത്തതാണ്. നിത്യമായ ഈ സ്വർഗ മോക്ഷത്തിന്റെ വഴിയാണ് നിത്യതയുടെ പ്രഖ്യാപനം എന്ന വലിയ പാക്കേജിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാരായ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒരുപക്ഷെ നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ കൂടെയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളായി കാരുണ്യവാൻ മണികഴിച്ച കൊട്ടാരം തന്നിലെന്ന അവൻ പാടി. എപ്പോഴാണ് കർത്താവ് വരുന്നത്? ഇഹത്തിലെ പ്രതിസന്ധികൾ, മാരകമായ രോഗം, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തകർച്ചയുടെ തലങ്ങൾ ഒക്കെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ട് നിരാശയിലും വേദനയിലും എങ്ങനെ ഒരു ദിവസം മുന്നോട്ട് കഴിച്ചു കൂട്ടുമെന്ന് അറിയാതെ വേദനിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഇന്ന് രാത്രി ഓർക്കണമേ, സുവിശേഷത്തിന്റെ ഉൽപ്പന്നമായ നീയും ഞാനും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു നിത്യത, രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, നിരാശയില്ലാത്ത ഒരു നിത്യതയുടെ വലിയ പാക്കേജിലേക്കാണ് ദൈവം നമ്മെ സെലക്ട് ചെയ്തത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആ സുവിശേഷത്തിന്റെ ചതുർവിധത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, പ്രവാചകന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട സുവിശേഷം. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ ആളത്വത്തെ അളത്തുവാങ്ങുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞ അനുഗ്രഹീത സമയം. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്തെ അടിയുറച്ച് വിശ്വസിക്കുകയും അത് ആവർത്തിച്ചുരുടുകയും ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ ഒരു ഉൽപ്പന്നമായ ഒരു പ്രോഡക്റ്റായി നിൽക്കാൻ ഭാഗ്യം ദൈവം തന്ന ദൈവമക്കൾ. ഇന്ന് രാത്രി ദൈവമക്കളെ ഈ 4 വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചെങ്കിൽ യിരെമ്യാ പ്രവചനം 21-ാമത്തെ ആയത്തിന്റെ അതേ 8-ാമത്തെ വാക്യം കൂടി നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വായിക്കാം. യിരെമ്യാ പ്രവചനം 21-ാമത്തെ ആയം അതിന്റെ 8-ാമത്തെ വാക്യം കൂടി ദൈവസന്നിധിയിൽ വായിക്കാം. നീ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിന്റെ മുൻപിൽ വയ്ക്കുന്നു. സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം കൂടി വായിച്ചാൽ. നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളങ്ങൾ അവൻ ഒഴിഞ്ഞു പോകും. ഈ ശബ്ദസിനയിൽ കൂടി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവന്റെയും മരണത്തിന്റെയും വഴി ദൈവം നിന്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ്.
പഴയ നിയമ ഭക്തന്മാരിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവാകുന്ന ആളത്വത്തിന്റെ വിളിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാകുന്ന ഞങ്ങൾ ഈ ദേശത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, സുവിശേഷത്തിന്റെ ജീവന്റെ വഴി ദൈവം നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുക. നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ ജീവന്റെ വഴിയിലേക്ക് പോകാം, അല്ലെങ്കിൽ നാശത്തിന്റെ വഴിയിലേക്ക് പോകാം. ഇന്ന് രാത്രി വചനം വളരെ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, നീതിമാന്റെ ജീവയാത്ര മേൽപ്പെട്ടാകുന്നു, അത് പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. ദേശമേ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുക, പാതാളത്തിന്റെയും മരണത്തിന്റെയും യാതൊരു അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവന്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ജീവന്റെ വഴിയിലേക്ക് കടന്നു വരണമെങ്കിൽ സാക്ഷാൽ സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ അംഗീകരിക്കണം. യേശുവുമായി വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. നരകത്തിന്റെ വെല്ലുവിളികളായി പാതാളത്തിന്റെ യാതനയെ ഭവിക്കാതെ നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ ഈ രാത്രി ദൈവികമായി തിരഞ്ഞെടുക്കാം, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കാം. ദൈവം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ഒടുവിലത്തെ അവസരമായിരിക്കാം ഒരുപക്ഷേ ഇന്ന് രാത്രി വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. ഇന്ന് രാത്രി പാതാളത്തെ ഒഴിഞ്ഞ് നിത്യതയുടെ വക്താക്കളായി തീരാ ദൈവം നിങ്ങൾക്ക് തരുന്ന ഈ നല്ല അനുഭവത്തെ, അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ 4 മേഖലകൾ നമ്മൾ ചിന്തിപ്പാനിടയായിട്ട് വന്നു. 4 തലത്തിലുള്ള സുവിശേഷത്തിന്റെ മേഖലകൾ കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കട്ടെ. 1, രാജ്യത്തിന്റെ സുവിശേഷമാണ്. യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. അവൻ രാജ്യം ഒരുക്കി വേഗം വരാൻ പോകുക. ഈ രാത്രി പ്രതീക്ഷയും പ്രത്യാശയുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഈ രാജ്യത്തിന്റെ സുവിശേഷം അത് ലോകത്തിലെങ്ങും പ്രസംഗിക്കപ്പെടുമ്പോ ലോകത്തിന് അവസാനം ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതെല്ലാം തടസ്സങ്ങൾ, ഏതെല്ലാം മേഖലയിൽ എങ്ങനെയൊക്കെ പിശാച് ഉയർത്തിയാലും രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഉടലെടുത്തിരിക്കുന്ന സകല മാധ്യമങ്ങളും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. അങ്ങനെ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുമ്പോൾ ലോകത്തിന് അവസാനമുണ്ടാകും. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയണം. കാരണം ഈ ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടാൻ യാതൊരു തടസ്സവുമില്ലാതെ വളരെ വ്യക്തമായി പ്രസംഗിക്കപ്പെടാൻ പോകുന്ന സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഇതിനകത്ത് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ദൈവമക്കളെ, അപ്പോൾ തന്നെ അതെ നമുക്ക് കാണാൻ കഴിയുന്നു നിത്യ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത ഒരു സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ദൈവമക്കളെ ഏറ്റെടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. മാറ്റമില്ലാത്ത സുവിശേഷത്തെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞത്. എനിക്കത് വിശദീകരിക്കാൻ സമയം പരിമിതികൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ കാലഘട്ടത്തിലെ ഇസങ്ങൾക്ക് പലതിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്നയോളം ഉടലെടുത്ത സകല ഇസങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകാരംഭം മുതൽ ഇന്ന് വരെയുള്ള അല്ലെങ്കിൽ നാളുകൾ ലോകത്തിന്റെ അവസാനം വരെ മാറ്റമില്ലാത്ത ഒരു സനാതന സത്യത്തിന്റെ വക്താക്കളായിട്ടാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ സുവിശേഷം നിത്യ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷത്തിന്റെ സ്നേഹത്തെ വിട്ട് പിന്മാറിപ്പോയവരുണ്ടെങ്കിൽ ഈ രാത്രി മടങ്ങി വരാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ഈ സുവിശേഷം മാറ്റമില്ലാത്ത സുവിശേഷമാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ആകാശത്തിനും ഭൂമിക്കും മാറ്റമുണ്ടാകും, എന്നാൽ വചനത്തിന് മാറ്റമില്ല. ഇന്ന് രാത്രി മാറ്റമില്ലാത്ത സുവിശേഷമാണ് അവൻ നാം കേൾക്കാനും അംഗീകരിക്കുവാനും ഇടയായി തരുന്നത്. അതുകൊണ്ട് മാറ്റമില്ലാത്ത സുവിശേഷം അംഗീകരിച്ച ദൈവമക്കൾ മാറാതെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. മാറിപ്പോയവരാരെങ്കിലും ഈ ദേശവാസികൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത, താങ്കൾക്ക് മടങ്ങി നിത്യ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം ഒരു അവസരം കൂടി തരികയാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിലേക്ക് മടങ്ങി വരണം. ദൈവമക്കളെ, ദൈവകൃപയുടെ സുവിശേഷം നമുക്കറിയാം. യഹൂദനാൽ തിരസ്കരിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടാണ്. ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാധ്യത നമ്മളിൽ തെളിയാനിടയായി തന്നത്. അറിയാതെങ്കിലും ഇന്ന് രാത്രി ദൈവമക്കളുടെ സ്തോത്രം പറയണം. കാരണം
രണ്ട് കരങ്ങൾ നീട്ടി യഹൂദന്മാർ യേശുവിനെ സ്വീകരിച്ച് ആ യഹൂദ ജാതികളുടെ നടുവിൽ ഈ സുവിശേഷത്തെ അതിന്റെ ശക്തിയെ ഒതുക്കി നിർത്തിയിരുന്നെങ്കിൽ ഇതിന്റെ ഭാഗമാകാൻ നമുക്ക് അവസരം കിട്ടത്തില്ലായിരുന്നു. എന്നാൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. അതോടുകൂടി സകല ജാതികൾക്കുമുള്ള രക്ഷയുടെ ദൈവകൃപയുടെ സുവിശേഷമായി ഈ സുവിശേഷം പുറത്തു വരാനിടയായി തോന്നി. ഇന്ന് രാത്രി ദൈവകൃപയുടെ സുവിശേഷത്തിന് അവൻ നമ്മയും തേടി വന്നതോർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് ഇന്ന് രാത്രി സ്തുതിക്കാനിടയായി തീരട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി മറ്റൊരു സുവിശേഷം എന്ന ഭാഗം നമ്മുടെ നടുവിൽ സംസാരിക്കേണ്ടതില്ലെങ്കിൽ പോലും ഒന്നോർപ്പിച്ച് ഞാൻ അവർക്ക് വിരാമം കുറിക്കാം. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിലനിൽക്കാത്ത ഒരുത്തനും ദൈവമില്ല. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വിരുദ്ധമായിട്ട് മനുഷ്യരാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അവൻ ഇറങ്ങി വന്ന് സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുക. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, വേറൊരു സുവിശേഷത്തിന്റെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കല്ല. ദൈവകൃപയിലേക്ക് ഇറങ്ങി തിരിച്ച ദൈവമക്കൾ വളരെ ചിന്തിച്ച് വിശ്വാസത്തിന്റെ യാത്ര ചെയ്യാം. വേറൊരു സുവിശേഷം പല നിലകളിൽ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ വക്താക്കളായി നിൽപ്പാൻ ദൈവം ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ 4 മേഖലകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. സാക്ഷാൽ യേശുക്രിസ്തുവാകുന്ന സുവിശേഷത്തെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് ക്രിസ്തുവിന് സ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതം കൊടുത്ത് സുവിശേഷത്തിന്റെ വക്താക്കളായി ഈ ദേശത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കത്തക്കവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തെ ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഈ ദേശത്ത് ഈ ദൈവകൃപയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാത്ത പ്രിയപ്പെട്ടവരെ നേടിയെടുക്കേണ്ടതിനായി ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കത്തക്കവണ്ണം സകല ജാതികളോടുമുള്ള സുവിശേഷത്തിന്റെ സ്നേഹത്തെ അറിയിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് ഇങ്ങനെ അവസരത്തെ തന്നതോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ സുവിശേഷത്തിന്റെ അതേ വാഗ്ദാനത്തിന്റെ വക്താക്കളാക്കി ദൈവം നമ്മളെ തീർത്തതോർത്ത് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിന്റെ ആഴത്തെ അറിയാൻ ദൈവം നമുക്ക് അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിന്റെ പ്രഖ്യാപന പദ്ധതിയിൽ ദൈവം നമ്മളെ പങ്കാളികളാക്കിയതോർത്ത് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിന്റെ ഉൽപ്പന്നങ്ങളാക്കി ദൈവം നമ്മെ തീർത്തതോർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അവൻ ഹല്ലേലൂയ അധരങ്ങൾ തുറന്ന് അല്പസമയങ്ങൾ അവൻ ഈ പദവി അവൻ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാർ